ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി മേഖല 41ാമത് അർദ്ധവാർഷിക സമ്മേളനവും 21ാമത് കെ രവീന്ദ്രനാഥ് അനുസ്മരണവും നടത്തി. കായംകുളം ഡിവൈഎസ്പി ബിനുകുമാർ ടി ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 41ാമത് അർദ്ധവാർഷിക സമ്മേളനവും 21ാമത് കെ രവീന്ദ്രനാഥ് അനുസ്മരണവും സംഘടിപ്പിച്ചു. മേഖലാ സെക്രട്ടറി മനു ആർ വിജയ സ്വാഗതം പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് സാബു വേണി അധ്യക്ഷത വഹിച്ചു. കായംകുളം ഡിവൈഎസ്പി ബിനുകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷെ നമ്മുടെ പുതിയ തലമുറ പിന്നോട്ട് നോക്കുക. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വെല്ലുവിളി നമ്മുടെ ഈ മയക്കുമരുന്നാണ്. എവിടെ നോക്കിയാലും ഇത് നമ്മുടെ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധി. അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യേ എല്ലാ ഈ യുവതലമുറയുടെ പ്രത്യേകത. ഇന്നത്തെ ഇവിടുത്തെ തലമുറ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു നിശ്ചിത വർഷം കഴിയുമ്പോൾ തലമുറ തീരും. പിന്നെ ഈ ഉപയോഗിക്കുന്ന സ്ത്രീയാലും പുരുഷനാണ്. പണ്ടൊരു കാലഘട്ടം വരെ നമുക്കറിയാം, ഈ മധ്യവയസ്കരായിട്ടുള്ള എല്ലാം പറയാം, ആകെ ഉള്ള ലഹരി കള്ള് മാത്രമേ. അതൊന്നും വലിയ ലഹരിയൊന്നുമല്ല, വലിയ കുഴപ്പമില്ല, വിഷവുമല്ല. പിന്നെ ആ കള്ള് മാറി, പിന്നെ അത് കഞ്ചാവിലേക്ക് പോയി. ഇപ്പൊ കഞ്ചാവുമല്ല, അതും മാറി. ഇപ്പൊ MDMA തുടങ്ങിയ രാസലഹരികളിലേക്ക് പോയി. MDMA സ്ഥിരമായിട്ട് ഉപയോഗിച്ച് ഒരു 4 വർഷം ഉപയോഗിച്ചാൽ മതി ഒരു കുട്ടി, 20 വയസ്സായ കുട്ടി. ഇപ്പൊ എല്ലാം ഉപയോഗിക്കുന്ന യുവതലമുറ തന്നെ. ഒരു 4 വർഷം ഉപയോഗിച്ച പല്ല് ദ്രവിച്ചു, പിന്നെ ക്രമേണ ഇവന്റെ അസ്ഥി ദ്രവിച്ചു. പിന്നെ ഈ ശരീരത്തെ ഈ അസ്ഥിയിൽ താങ്ങി നിർത്താൻ പറ്റാത്ത ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ അവന്റെ ജീവിതം തീർന്നു എന്നുള്ളത്. രവീന്ദ്രനാഥ് അനുസ്മരണ പ്രഭാഷണം സംസ്ഥാന വെൽഫെയർ ചെയർമാൻ BR സുദർശനൻ നിർവഹിച്ചു. ഇന്ന് ഏറ്റവും അവസാനം വന്നു നിൽക്കുന്നത് ഒരു ഫോട്ടോഗ്രാഫറുടെ അഭാവം ഉണ്ടാകുമ്പോൾ, അവന്റെ വിടവുണ്ടാകുമ്പോൾ ആ കുടുംബത്തിന് താൽക്കാലികമായിട്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ ശേഷിയില്ല. അവിടെ ഇരുൾ മൂടുന്ന അവസ്ഥയിൽ വെളിച്ചത്തിന്റെ ഒരു കൈത്തിരിയായിട്ട് 10 ലക്ഷം രൂപ എന്ന ആ വലിയ സംഖ്യയിലേക്ക് അവന്റെ കുടുംബത്തെ പിടിച്ചു നിർത്തേണ്ട ശേഷിയിലേക്ക് ഈ സംഘടന മാറിയിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തും ഒരു ഫോട്ടോഗ്രാഫർ പ്രതിനിധിയില്ല. അവിടെ AKP അംഗമാണെന്ന് മാത്രമല്ല, ഒരു ഫോട്ടോഗ്രാഫർ പ്രതിനിധിയില്ല. അവന്റെ ഒരു ഉപകരണത്തിന് കേടുപറ്റി കഴിഞ്ഞാൽ അവൻ നിൽക്കുന്ന സ്ഥലത്ത്, ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് കാസർഗോഡ് പോയിട്ട് അവിടെ ഒരു ഉപകരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഉപകരണം വർക്ക് ചെയ്യാൻ കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു സ്വിച്ചിട്ട വേഗത്തിൽ അവന്റെ പഠിക്കൽ അവൻ നിൽക്കുന്നിടത്ത് ഉടനടി അവൻ ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് എത്തിക്കും. അവൻ ഒറ്റ ഐഡന്റിറ്റി മതി അവൻ ഫോട്ടോഗ്രാഫർ എന്നുള്ളത്. നമ്മുടേതായിട്ടുള്ള രീതിയിലെ കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫി, ഒരു പ്രദർശനം ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് കാർത്തികപ്പള്ളി മേഖലയിലും ഈ ഫോട്ടോ പ്രദർശനം ഇവിടെ നടത്തുന്നത്. അടുത്ത ചടങ്ങുകളിലുള്ളതിൻ്റെ പേരിൽ ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയാണ്. പിന്നെ പ്രൈസ് കിട്ടിയവർ മാത്രം വിജയികളായിട്ട് കണക്ക് കൂട്ടരുത്. അതോടൊപ്പം തന്നെ പ്രൈസ് കിട്ടാത്തവരും, ഇതിൻ്റെ മത്സരത്തിനകത്ത് പ്രോത്സാഹന സമ്മാനം കിട്ടാത്തവരും ഈ മത്സരത്തിനകത്ത് പങ്കെടുത്തവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സംഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. SSLC +2 അവാർഡ് ദാനം ജില്ലാ പ്രസിഡന്റ് S മോഹനൻ പിള്ളയും, ഫോട്ടോഗ്രാഫി അവാർഡ് ദാനം ജില്ലാ സെക്രട്ടറി അനിൽ ഫോക്കസും, ബിരുദ അവാർഡ് ദാനം ജില്ലാ PRO ഹേമദാസ് ഡോണും, അച്യുത വാര്യർ മെമ്മോറിയൽ അവാർഡ് ദാനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സലീൽ ഫോട്ടോ പാർക്കും നിർവഹിച്ചു. ജയഗോപിനാഥ പണിക്കർ, തോമസ് പാണ്ഡ്യാലകൽ, സജു S, സതീഷ് കളട്ടോൺ, സജി അലീന, ശ്യാംകുമാർ, റെജി ഫിലിപ്പ്, കലാധര വാര്യർ, ബാബുരാജ്, ഷാർങ്ങധരൻ, ഫൈസൽ ഹസൻ, രാധാകൃഷ്ണൻ, കുര്യൻ, സുധീർ മോൻ, സന്തോഷ്, രജിത് രവി, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ ട്രഷറർ സോമൻ അനീസോ നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.